അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. ക്വാർട്ടേഴ്സ് നീഡ്സ് മെയിൻ്റനൻസ് ടിൽ ദ വർക്ക് ഈസ് ഫിനിഷ്ഡ് ക്യാൻ വി ക്ലെയിം HRM. അതായത് അത് താമസയോഗ്യമല്ല എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതായത് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് തൊട്ട്, സാക്ഷ്യപ്പെടുന്ന ഡേറ്റ് തൊട്ടിട്ട് HRA ക്ലെയിം ചെയ്യാം. HMC ഫണ്ടിന്റെ ഇത്ര പെർസെന്റേജ് വരെ യൂസ് ചെയ്യാം, മറ്റു ഫണ്ടുകൾ അവൈലബിൾ ഇല്ല എങ്കിൽ. HMC ഫണ്ടിന്റെ സാലറിക്കകത്തുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റു കാര്യങ്ങൾക്ക് എത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. For driver posted from Panchayat, will medical officer become the appointment authority for right to information should we give reply? ഡ്രൈവർ പോസ്റ്റഡ് ഫ്രം പഞ്ചായത്ത് ആണെങ്കിൽ, അതായത് LSTDയിലെ ഫണ്ടിൽ നിന്നുമാണ് നിയമനം അല്ലെങ്കിൽ അത് കൊടുക്കുന്നതെങ്കിൽ അത് LSTD സെക്രട്ടറി തന്നെയാണ്. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള പ്രൊജക്ടുകൾക്ക് മാത്രമേ മെഡിക്കൽ ഓഫീസർ നിയമന അധികാരി ആവുന്നുള്ളൂ. പക്ഷേ പ്രൊജക്ട് വഴി നമ്മൾ സ്റ്റാഫിനെ നിയമിക്കുന്നത് ഡോക്ടറിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും മാത്രമാണ്. അപ്പോൾ ഡ്രൈവറിനെ ഇതുവഴി നിയമിക്കാൻ പറ്റില്ല. അതേസമയം HMC ഫണ്ടിൽ നിന്നുമാണ് ഈ ഡ്രൈവറിന് സാലറി കൊടുക്കുന്നതെങ്കിൽ അതിന് മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ മെഡിക്കൽ ഓഫീസർ ആണ് അതിന്റെ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി. റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു MAKV ചോദിച്ച ചോദ്യം, അത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതാണ്. കാരണം മുനിസിപ്പാലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് ഹെൽത്ത് ഗ്രാൻഡ് ആയിട്ട് ഇപ്പം വലിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആകെ ഒരു സെന്റൻസ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കറിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഈ റിക്കറിംഗ് എക്സ്പെൻസ് ഞാൻ ഈടത്തായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തന ചെലവ് എന്നുള്ളതിനകത്ത് വരുന്നത് ഇലക്ട്രിസിറ്റി ബില്ലും അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ, കറണ്ട് ചാർജ്, പിന്നെ ഗ്യാസ് കണക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതാണ്. പിന്നെ സ്റ്റേഷനറി എക്സ്പെൻസ് മീറ്റ് ചെയ്യാം എന്നാണ് മനസ്സിലായത്. പക്ഷെ അതേസമയം തന്നെ ആദ്യം പറഞ്ഞ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് ഇതൊക്കെ ആ LSTD ആണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നിലനിൽക്കുകയാണ്. പൂർണ്ണമായിട്ടും ഉത്തരമില്ല. Can we recoup last financial year bill from this year day to expense LSTD project? അത് ഭരണസമിതിയുടെ അംഗീകാരത്തോടുകൂടി ചെയ്യാവുന്നതാണ്. എംപ്ലോയ്മെന്റ് വഴി ലിസ്റ്റ് കിട്ടാൻ കാലതാമസം വരുന്നു, ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി പറ്റില്ല. ശരിയാണ്, ഈ എംപ്ലോയ്മെന്റ് ലിസ്റ്റിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ ടേക്കപ്പ് ചെയ്തേ തീരും. എംപ്ലോയ്മെന്റ് വഴി തന്നെയാണ് നടത്തേണ്ടത് എന്നാണ് ഇപ്പോഴും കേൾക്കുന്നത്. ക്യാൻ വി യൂസ് കണ്ടിജന്റ് ഫണ്ട് ഫോർ സബ്സെന്റേഴ്സ്? അതെ, സബ്സെന്ററിന്റെ നടത്തിപ്പ് എന്നുള്ളത് അതാത് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഷുഡ് ഓൾ ഇമെയിൽസ് ടു ബി എൻറ്റഡ്? നടക്കുന്ന കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല എല്ലാ ഇമെയിലും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനകത്തേക്ക് എഴുതുക എന്നുള്ളത്. എന്താണ്, തിയററ്റിക്കലി അങ്ങനെ പറയാമെങ്കിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം എഴുതി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഒരു PFCയിൽ ഒരു ദിവസം വരുന്ന ഇമെയിലുകളിൽ പരമാവധി എല്ലാ ഇമെയിലുകളും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനകത്ത് എൻറ്റർ ചെയ്യാനായിട്ട് നോക്കണം. ഹൂ ടു സൈൻ ദ കോൺട്രാക്ട് ഫോർ റെന്റഡ് സബ്സെന്റേഴ്സ്, MO ഓർ പഞ്ചായത്ത് സെക്രട്ടറി? അതെനിക്ക് മനസ്സിലായില്ല. അതായത് സബ് സെന്റർ നമുക്ക് ചെയ്തു തരേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ് നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്. കണ്ടിജന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ മറ്റേ കണ്ടിജന്റ്, അത് LSTDയുടെ പ്രൊജക്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് വാട്ടർ ചാർജ്, വെള്ളക്കരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ട്രാൻസ്ഫർ ഓഫ് MO ഈസ് ചാർജ് ലിസ്റ്റ് നീഡ് ടു ബി ഡ്യൂറിംഗ് ട്രാൻസ്ഫർ ഓഫ് MO? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്നും നമ്മുടെ ഒരു ചാർജ് മാറിയിട്ട് പോവുകയോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ പുതിയ ആളെ എടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ വാങ്ങിക്കണം. ഒരു ലിസ്റ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കണം. അത് ക്ലർക്കുമാരൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് അറിയാം, ഒരു യൂണിറ്റൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട്. നമ്മൾ MOമാർ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് ഈ ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചാർജ് ഷീറ്റ് എഴുതി കൊടുക്കാത്തത്. നിർബന്ധമായിട്ടും അത് എഴുതി കൊടുക്കണം. HMC ഫണ്ട് യൂസ് ചെയ്ത് എക്സ്ട്രാ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യാൻ എംപ്ലോയ്മെന്റ് വഴിയല്ലേ നിലവിൽ നടപടി സ്വീകരിക്കേണ്ടത്? ശരിയാണ്, എംപ്ലോയ്മെന്റ് വഴിയാണ് എന്ന് മാത്രമേ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അതിനായി DMO ഓഫീസിൽ നിന്ന് റിക്വസ്റ്റ് പോകണമെന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിൽ റിക്വസ്റ്റ് കൊടുത്താൽ ലിസ്റ്റ് തരില്ല എന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിയാണ്, DMOയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുകയേ പറ്റുള്ളൂ. അതായത് നിലവിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പല സ്ഥാപനങ്ങളിലും HMC നേരിട്ട് ഇന്റർവ്യൂ നടത്തി വെച്ച് സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ചില സ്ഥാപനങ്ങളിൽ HMC നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാരോ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സോ ഒബ്ജക്ഷൻ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ട് വരും. പക്ഷെ ഒരു റൂൾ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിയിട്ട് നിയമിക്കുന്നത് തന്നെയാണ് അതിന്റെ റൂൾ. സാലറി, ഹൗ ടു കീപ് ലിമിറ്റ് ലാബ് ടെക്നീഷ്യൻ സാലറി? അതിനകത്ത് 2021 കോൺട്രാക്ട് സ്റ്റാഫിന് പരമാവധി എത്ര സാലറി കൊടുക്കാം എന്നുള്ള ഒരു ഉത്തരവ്
ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോൺട്രാക്ട് സ്റ്റാഫിന്റെ പരമാവധി കൊടുക്കാവുന്ന സാലറി അത് നമ്മുടെ KGMയുടെ സൈറ്റിനകത്ത് ഓർഡേഴ്സിന്റെ ഓർഡേഴ്സ് എന്നുള്ള ഫോൾഡറിനകത്ത് കോൺട്രാക്ട് സ്റ്റാഫ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ കാറ്റഗറി സ്റ്റാഫിന്റെയും മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആൾക്കാർ കോൺട്രാക്റ്റിൽ നിയമിക്കുമ്പോൾ പരമാവധി ഒരു മാസവും അതുപോലെ തന്നെ ഒരു ഡെയിലി വേജസ് ആയിട്ട് പരമാവധി എത്രയും സാലറി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലല്ലാത്തൊരു തുക HMCക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ അവരുടെ ലാബ് ടെക്നീഷ്യന്റെ സാലറി കൊടുക്കാം. സർ, ഇഫ് വി ബൈ ലാപ്ടോപ്പ് ആൻഡ് പ്രിന്റേഴ്സ് ആൻഡ് NHM ഓൾസോ സപ്ലൈസ് ഇറ്റ്. അത് ശരിയാണ്. കാരണം ഒരേ കാര്യത്തിനകത്ത് NHM കൂടി തരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ NHMൽ തന്നെ കോൺടാക്ട് ചെയ്യുക, അവര് വാഗ്ദാനം ചെയ്ത അത് തരുമോ എന്നുള്ളത്. ഇ ഹെൽത്തിന്റെ AMC LHCD നിന്നും എടുക്കാമെന്നാണ് DHSന്റെ സർക്കിളിനകത്തുള്ളത്. അതുകൊണ്ട് ഇ ഹെൽത്തിന്റെ AMCയും ഇ ഹെൽത്തിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും എടുക്കാം. ഹെൽത്ത് ഗ്രാൻഡിന് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെൽത്ത് ഗ്രാൻഡിന്റെ റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് എന്നുള്ളതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വരണം. എന്നിട്ട് മാത്രം ഹെൽത്ത് ഗ്രാൻഡിന് എടുത്താൽ മതി. കാരണം ഹെൽത്ത് ഗ്രാൻഡ് LHCDക്കാണ് കൊടുത്തതെങ്കിലും നമുക്കറിയാം അത് സെൻട്രൽ ഫൈനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ആണ്. അതിന് സെൻട്രൽ ഫൈനാൻസ് കമ്മീഷൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ചിലപ്പോൾ അത് AG വരെ വന്നിട്ട് ഓഡിറ്റ് ചെയ്യും. അതുകൊണ്ട് സെൻട്രൽ ഫൈനാൻസ് കമ്മീഷൻ ഗ്രാൻഡിൽ നിന്നും എന്തെങ്കിലും ചിലവാക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ റൂൾസ് നോക്കിയിട്ട് തന്നെ ചെയ്യുക. സ്റ്റേഷനറി രജിസ്റ്റേഴ്സ് മേടിക്കാനാണെങ്കിൽ സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾക്ക് അത് ചെയ്തു തരേണ്ടത്. അപ്പോൾ സ്റ്റേഷനറിയും രജിസ്റ്റേഴ്സിനും അത് നമ്മുടെ സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിന്റെ NIC വാങ്ങിക്കണം. ആ NIC വാങ്ങിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെ കണ്ടിജന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ LHCD നിന്ന് എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ HMC ഫണ്ടിൽ നിന്നും അത് വാങ്ങിക്കുന്നതിനൊന്നും തെറ്റില്ല. പാലിയേറ്റീവ് ഡ്രൈവർ പോസ്റ്റ് ഫ്രം പഞ്ചായത്ത് ത്രൂ പ്രൊജക്ട്. പക്ഷെ പാലിയേറ്റീവ് ഡ്രൈവറിനെ ഏത് പ്രൊജക്ട് വഴിയാണ് എന്നുള്ളത് നോക്കേണ്ടി വരും. ആരാണ് അപ്പോയിന്റ്മെന്റ് അതോറിറ്റി എന്നുള്ളത്. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആണ് അതിന്റെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി ആയിട്ട് വരിക. 1 ഡോക്ടർ 1 പാരാമെഡിക്കൽ സ്റ്റാഫ് കൂടാതെ ലാബ് ടെക്നീഷ്യന് സബ്സിഡിയറി ഗൈഡ് ലൈൻ പ്രകാരം പ്രൊജക്ട് വെക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ സബ്സിഡി ഗൈഡ് ലൈൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ NHM വഴിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒരു ലാബ് ടെക്നീഷ്യനെ നിയമിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെ ഒരു ലാബ് ടെക്നീഷ്യനെ വെക്കാം എന്നുള്ളതാണ്. അപ്പോ LHCD പ്രൊജക്ട് വഴി ഒരു ഡോക്ടറിനെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലാബ് ടെക്നീഷ്യനെ NHMലും നമ്മളെ DMOയിലും ഒരു റിക്വസ്റ്റ് അയക്കണം. ഇവിടെ ഒരു ലാബ് തുടങ്ങാനുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ലാബ് ടെക്നീഷ്യനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ മറുപടി ഒന്നും വരില്ലായിരിക്കും. നമുക്കൊരു ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് നമ്മൾ കൊടുത്ത ആ റിക്വസ്റ്റിന്റെ ഓഫീസ് കോപ്പിയിൽ നമുക്കൊരു നോട്ട് എഴുതി വെക്കാം. NHMലും അതുപോലെ തന്നെ DMOയിലും അന്വേഷിച്ചു, നിലവിൽ ഈ രീതിയിൽ ഇവിടെ ലാബ് ടെക്നീഷ്യനെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഒരു പ്രൊജക്ട് വഴി നമ്മൾ ഒരാൾ നിയമിക്കുന്നു എന്നുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ, കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സബ്സിഡി ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NHM വഴിയോ മറ്റു രീതിയിലോ ലാബ് ടെക്നീഷ്യനെ വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ വെക്കാമെന്നാണ്. അത് ഫുൾഫിൽ ചെയ്യും എന്ന് നമ്മൾ നോക്കുക. പാലിയേറ്റീവ് നഴ്സ് took leave for 6 months, rejoin a request given but does not have new guidelines qualifications. Panchayat gave instruction to make her rejoin, so hard to make her join. Is it okay? അതായത് ആ ഒരു ഉത്തരവ് എനിക്കൊന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് വന്നതെന്ന് തോന്നുന്നു. അവരെ പിരിച്ചുവിടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവുണ്ട് പാലിയേറ്റീവ് നഴ്സുമാരെ. അതായത് അവർക്കെതിരെ എന്തെങ്കിലും രീതിയിൽ അച്ചടക്ക നടപടി അല്ലാതെ അവരെ പിരിച്ചുവിടാൻ പാടില്ല. ആ ഒരു അത് കോട്ട് ചെയ്ത് അവർ കോടതിയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ നിയമിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഇവര് 6 മാസത്തേക്ക് അവർക്ക് ലീവ് കൊടുക്കാനായിട്ട് അവർക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അവര് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് 6 മാസത്തേക്ക് ഒരു ലീവ് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടിയിരിക്കും. എന്ത് ലീവാണ് കൊടുത്തത് എന്ന് നോക്കിയിട്ട് മാത്രം റീജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ആ റീക്യൂപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ DHSന്റെ കത്ത് നൽകിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇ ഹെൽത്ത് കമ്പ്യൂട്ടേഴ്സിന് AMCക്ക് ഇ ഹെൽത്ത് മോർ ദാൻ 1 lakh ആകുമെന്ന് ഡോക്യുമെന്റ് തന്നു. കെൽട്രോൺ ആയതുകൊണ്ട് മുന്നോട്ട് പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ AMC, അതായത് ഇ ഹെൽത്തിന്റെ AMC ചെയ്യേണ്ടത് കെൽട്രോൺ ആണ് എന്നുള്ളത് നിലവിൽ ഓർഡേഴ്സ് ഒന്നും ഇല്ല. അതിനകത്ത് DHSന്റെ ഏതെങ്കിലും സർക്കുലർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തരാം. അങ്ങനെയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഇ ഹെൽത്തിന്റെ ജില്ലാ നോഡൽ ഓഫീസറുമായിട്ട് ഒന്ന് അന്വേഷിക്കുക. അതായത് ഇ ഹെൽത്തിന്റെ AMCയും കമ്പ്യൂട്ടേഴ്സിന്റെ AMC ഒക്കെ ചെയ്യുന്നത് കെൽട്രോൺ ആണ് എന്നുള്ള രീതിയിൽ DHSന്റെ ഏതെങ്കിലും സർക്കുലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊട്ടേഷനോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം, കുഴപ്പമില്ല.
സാർ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോ തീർന്നു. സാർ മ്യൂട്ടാണ്. വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി ഓരോ സ്ലൈഡും ഓരോ ക്ലാസ് എടുക്കാനുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്ഷൻ വരുമ്പോഴേ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുള്ളൂ. ഞാൻ PSC ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു പുതിയ PSC ആയിരുന്നു. അപ്പൊ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ DMOയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ DMO ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വിട്ടിട്ട് ഒരു 50 പേജിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതി തന്നു. എന്നിട്ട് അത് ഓരോന്നും എന്നെ കൊണ്ട് സീനിയേഴ്സിനോടും അവിടെ DMOസിനും ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ചെയ്യിച്ച് ഓഡിറ്റ് ഒബ്ജക്ഷൻ ക്ലിയർ ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, ഇങ്ങനെയൊക്കെ ചെയ്തോന്നല്ലോ എന്നുള്ളത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് എന്തൊക്കെയാണെന്നുള്ള എന്നെ പഠിപ്പിക്കാനുള്ള, അതായത് ഒരു 23 കൊല്ലം മുമ്പത്തെ കാര്യം, എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചെയ്ത്. ഒരു 40 പേജ് ഓഡിറ്റ് ഒബ്ജക്ഷൻ. അപ്പൊ ഇതിൽ ഏതൊക്കെ ഫയലുകളുണ്ട്, ഇത് എങ്ങനെ ഓരോ പ്രാവശ്യം നമ്മുടെ സീനിയേഴ്സിനോട് അതുപോലെ DMO സീനിയർ SA മറ്റേ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനൊക്കെ